നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഡോക്ടർ രജത്. രജത്തേട്ടാ. രജിത്തേട്ടൻ അതെ രജത്തേട്ടൻ. ഇപ്പൊ രജത്തേട്ടൻ. എന്ന് അതെ പറയുന്നത് അതെ അതെ കൂടുതൽ ഇന്റിമസി. കാരണം എനിക്ക് നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ, അതെ അതെ എനിക്ക് ജനങ്ങളെ ഉള്ളൂ. അല്ല അത് ഞാൻ പണ്ടൊരിക്കൽ നമ്മുടെ ദൈവവും ജനങ്ങളും. അല്ലെ ഞാൻ തന്നെ പറഞ്ഞ പോലെ പണ്ട് രജത് സാറായിരുന്നു, ഇന്ന് ചെറുപ്പമായല്ലോ, പണ്ടത്തെ അല്ല, പോലെയല്ലോ. പണ്ട് ചെറുപ്പമായിരുന്നു. പക്ഷെ ഞാൻ സഞ്ചരിച്ച ദൈവത്തിന്റെ ഒരു വഴിയിൽ സ്പിരിച്വാലിറ്റിയിൽ പോയി. സ്പിരിച്വാലിറ്റിയും ലൈഫ് സയൻസായ ബയോളജിയും കോറിലേറ്റ് ചെയ്തപ്പോൾ കുറെ സത്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. സാധാ ഒന്നും പഠിക്കാത്തവരെല്ലാം നെഗറ്റീവും അല്ലെങ്കിൽ സ്യൂഡോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും. അതൊന്നും കാര്യമില്ല. അവർക്ക് ഫലം കിട്ടുമ്പോൾ അവർ പഠിച്ചോളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ട്രാക്ക് കിട്ടി, സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. എൻ്റെ സോൾ എന്ന ആത്മാവ് ഇത് യൂണിവേഴ്സൽ സോളുമായിട്ട് കണക്റ്റഡ് ആയി എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്ക് ദൈവം എല്ലാ ഗുണങ്ങളും തരുന്നു. ദോഷങ്ങൾ വരുമ്പോൾ അത് ലൈറ്റ് ആക്കി തരുന്നു. കാരണം അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവർക്കും ഉണ്ടാവും. ബാലൻസ് ചെയ്തു പോകുന്നു. അതെ, ഞാൻ ഒരുപാട് ഡൗൺസിൽ പോയ ആളാണ്. അപ്പം ഇനി എനിക്ക് അങ്ങനെ ഡൗൺസിൽ പോകരുതെന്നാണ് ആഗ്രഹം. പക്ഷെ എന്താണ് നമുക്ക് നാളെ കാര്യങ്ങൾ അറിയില്ല. അല്ല, അപ്സിലോട്ടുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ ആരെയും ദ്രോഹിക്കാതെ നമ്മൾ മുമ്പോട്ട് പോകണം. ആരെയും ദ്രോഹിക്കില്ല, ചതിക്കില്ല, വഞ്ചിക്കില്ല, വാക്കുകൊടുത്ത് പറ്റിപ്പിക്കില്ല, പീഡിപ്പിക്കില്ല, ഒരു ദോഷങ്ങളും ഇല്ല. നമ്മൾ പലപ്പോഴും ദോഷങ്ങൾ അല്ലെങ്കിൽ ഒരു ഒറ്റയാനാണോ അപ്പോ? ഞാൻ ഒറ്റയാനായിട്ട് പോകുന്നതാണോ? ഒരു ടീമിലും ഇല്ലാതെ ആരെയും വെറുപ്പിക്കാതെ ഒറ്റയാനായിട്ട് പോകുന്ന ഒറ്റയാൻ ഞാൻ എല്ലാവരുടെയും കൂടെയുണ്ട്, പക്ഷെ ഞാൻ ആരോടൊപ്പം ഇല്ല. അത് ഈ സ്പിരിച്വാലിറ്റിയിലൊക്കെ കിട്ടിയ ഒരു പവറാണ്. നമുക്കിപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് കൂടുതലുണ്ടെന്ന് വെച്ചോളൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പവർ കുറഞ്ഞു പോകും. എന്നാൽ നമ്മൾ ഫ്രണ്ട്സ് കുറവാണെന്ന് വെച്ചോളൂ, നമുക്ക് പവർ കൂടും. ഇനി ഫ്രണ്ട്സ് ഇല്ല എന്ന് വിചാരിച്ചോളൂ, നമ്മൾ ജീവിക്കാനുള്ള എക്സിസ്റ്റൻസിന് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് ചാൾസ് ഡാർവിന്റെ തിയറി പറഞ്ഞ കണക്ക് നമ്മൾ ജീവിക്കാൻ വേണ്ടി സ്വയം സ്ട്രഗിൾ ചെയ്യും, സ്വയം ഹാർഡ് വർക്ക് ചെയ്യും, സ്വയം മുന്നേറാനുള്ള ഒരു ശക്തി നമുക്ക് ഉള്ളിൽ നിന്ന് വരും. നമ്മുടെ കൂടെ 5 ഗുണ്ടകളുണ്ട്, അല്ലെങ്കിൽ 5 ഫ്രണ്ട്സ് എന്തിനും ഉണ്ടെന്ന് വെച്ചോ, അപ്പൊ എന്റെ കാര്യം ഞാൻ ചെയ്തില്ലെങ്കിൽ അവന്മാര് ചെയ്തു തരും എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുക എന്ന് പറയുന്ന ആ ഒരു പാഠമാണ്. അത് എന്റെ അമ്മയ്ക്കാണ് എന്റെ ക്രെഡിറ്റ്.